അവർ ചാണകമാണ്, അവർക്ക് ബുദ്ധിയില്ല, സംഖ്യകൾ മണ്ടത്തരം പറയുകയാണ്, സോഷ്യൽ മീഡിയയിൽ അക്ഷരത്തെറ്റാണ്, അവർ ചരിത്രം അറിയാതെ സംസാരിക്കുകയാണ്. അങ്ങനെ മണ്ടത്തരം മാത്രം പറയുന്ന ആളുകൾ എന്ന സംഖ്യകളെക്കുറിച്ചുള്ള നറേറ്റീവ് മാറിയത് നോട്ട് നിരോധനമാണ്. കാരണം ഇത് വൻ കുടില ബുദ്ധിയാണ് എന്നുള്ള ആൾ പിന്നീട് തെളിഞ്ഞു വന്നു. എല്ലാവരും വിചാരിച്ചതാണ് മോദിജിക്ക് പെട്ടെന്ന് ഉണ്ടിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് നോട്ട് നിരോധിക്കണമെന്ന് വന്നു, നോട്ട് നിരോധിച്ചു. പിന്നീട് അദ്ദേഹം എന്നെ പച്ചയ്ക്ക് 50 ദിവസത്തിനുള്ളിൽ ഇത് ശരിയായില്ലെങ്കിൽ എന്നെ പച്ചയോടെ കത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം അബദ്ധമായി. അങ്ങനെ മണ്ടത്തരം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി, തുഗ്ലക്കിയൻ പരിഷ്കാരം, അങ്ങനെയൊന്നുമല്ല. ദിസ് വാസ് എ സ്കാം. ഒരു പക്ക അഴിമതിയാണ് നടന്നിട്ടുള്ളത്, എന്നാൽ ഇതൊരു തർക്കമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. പിന്നെ അവസാനം 99.08% തിരികെ വരികയും ചെയ്തു നോട്ടുകൾ. അപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യന് BJPയും മോദിയും മറുപടി പറയണം. ആക്ച്വലി കള്ളപ്പണം നോട്ടിൻ്റെ രൂപത്തിൽ ശേഖരിച്ച് വച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണല്ലോ. കള്ളപ്പണം ഉണ്ടായിരുന്നില്ലേ ഇന്ത്യയിൽ? അതിനുശേഷവും കള്ളപ്പണം പിടിക്കുന്നുണ്ടല്ലോ, അതിന് മുമ്പ് പിടിക്കാറുണ്ട്. ED റെയ്ഡിൽ കള്ളപ്പണം പിടിക്കാറുണ്ട്. നമ്മൾ കാണാറുണ്ട് ED റെയ്ഡിനെ തുടർന്ന് അട്ടിയിട്ട് വെച്ച നോട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ ആ പിടിച്ചെടുത്ത നോട്ടുകൾക്ക് ഈ കള്ളപ്പണത്തിൽ പെടില്ലേ? എങ്കിൽ ഈ കള്ളപ്പണം എങ്ങനെയാണ് ഈ 99.08% തിരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ? അതിന് RBI മറുപടി പറയുന്നില്ല. RBI അല്ല അതിന് മറുപടി പറയേണ്ടത്. കാരണം അതിന് മറുപടി പറയേണ്ട ബാധ്യത RBIക്ക് അല്ല, പ്രധാനമന്ത്രി മോദിക്കും ധനകാര്യമന്ത്രിക്കുമാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചുമതലയുള്ളവരാണല്ലോ. അതെങ്ങനെയാണ് ഈ കള്ളപ്പണം നോട്ടായിട്ട്? അപ്പോൾ അതിനുശേഷം തിയറി വന്നു, കള്ളപ്പണം നോട്ടുകളായിട്ടല്ല ശേഖരിച്ചു വയ്ക്കുന്നത്, സ്വർണ്ണമായിട്ടും റിയൽ എസ്റ്റേറ്റിലും കെട്ടിടങ്ങളിലുമാണ് നിക്ഷേപിക്കുന്നതാണ്. അങ്ങനെയല്ലല്ലോ EDയുടെ അനുഭവം. ED പിടിച്ചെടുക്കുന്ന കള്ളപ്പണമാണല്ലോ. അപ്പോൾ ഈ കള്ളപ്പണം എവിടെ പോയി? ആ കള്ളപ്പണം മാറ്റിയെടുക്കാനുള്ള സ്കാമാണ് നടന്നത്. അതിനെക്കുറിച്ചുള്ള വിവിധ സൂചനകൾ പിന്നീട് വന്നിട്ടുണ്ടല്ലോ. അതിന് നാട്ടിലുണ്ടായിരുന്ന കള്ളപ്പണം മൊത്തം വെളുപ്പിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി, കള്ളപ്പണം വെളുപ്പിക്കൽ യോജനയാണ് ഈ പറയുന്ന നോട്ട് നിരോധനത്തിൽ നടന്നത്. അതേ തുടർന്ന് നമുക്ക് ഓർമ്മയുണ്ട്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കപിൽ സിബൽ ഒരു വീഡിയോ ദൃശ്യം വെച്ചിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതിലെന്താ പറഞ്ഞ, ഒരു റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഒരു കീഴ് ഉദ്യോഗസ്ഥൻ, ഒരു ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ വീഡിയോയിൽ പറയാണ്, അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയ ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. വിദേശ രാജ്യത്ത് നിന്ന് എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ നോട്ട് കെട്ടുകൾ കൊണ്ടുവന്നു, പണം മാറ്റിക്കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇയാളുടെ ID കാർഡ് സഹിതമാണ് കപിൽ സിബൽ അന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. അത് പക്ഷേ 2019 തെരഞ്ഞെടുപ്പിൽ അത് കത്തിയില്ല, കോൺഗ്രസ് അത് ഏറ്റെടുത്തില്ല, കപിൽ സിബൽ കോൺഗ്രസ് വിടുകയും ചെയ്തു. അതെല്ലാവരും മറന്നു. ഇയാൾ ആരാണ്? ഈ ID കാർഡ് ആരുടേതാണ്? ഇയാൾ അങ്ങനെ ഒരാളുണ്ടോ എന്ന് വിശദാക്കണ്ടേ? അയാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ അയാൾ ഉണ്ടായിരുന്നോ? ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കീഴിൽ വരുന്നതാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിൽ വരുന്ന ഓഫീസാണത്. അതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാനില്ല.